പ്രിയമുള്ളവരെ, വചനജ്വാല 982 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 9 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിന്റെ വണക്കമാസം 9 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 40 ദിവസമാണ് തിരുസഭയിൽ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുസഭ അത് അടുത്ത ഞായറാഴ്ചയായി ആഘോഷിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട്. ഈശോ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ ഉപദേശം നൽകിയ ശേഷം അവർ നോക്കി നിൽക്കെ മേലോട്ട് ഉയരുകയും ഒരു മേഘം വന്ന് മറച്ച് സ്വർഗാരോഹണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ നെഹമിയ ഇന്ന് അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 13 അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാൽ നെഹമിയ അവസാനിക്കും. നാളെ മുതൽ തോബിത്ത് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായിരുന്ന സ്വീഡനിലെ വിശുദ്ധ നിക്കളോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടിയാണ്. ജ്ഞാനസ്നാന വെള്ളവസ്ത്രം മലിനമാക്കാതെ സൂക്ഷിക്കുകയും ബിരുദ പഠനത്തിനു ശേഷം വൈദികനും ലിങ്കോഷിലെ ആർച്ച് ഡീക്കനുമായി കടമകൾ ക്ഷമയോടും മനോദാർഢ്യത്തോടും കൂടി നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് മെത്രാനായി സ്ഥാനമേറ്റു. വിശുദ്ധ ഗ്രന്ഥ പഠനവും ജീവചരിത്രം ഉൾപ്പെടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധ നിക്കളോസ് 10 കൊല്ലത്തിന് ശേഷം 1381 ദിവംഗതനായി. വിശുദ്ധ നിക്കളോസിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും സ്വർഗാരോഹണ തിരുനാളിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. നെഹമിയ 13 അധ്യായം 23 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോസ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദയായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുറി ഞാൻ വലിച്ചു പറിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ
വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാഷിബിന്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹെറോണിനായ സൻബലാത്തിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എന്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എന്റെ ദൈവമേ, അവൻ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഗണിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയരായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യന്മാരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യ ഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർക്കണമേ. നെഹമിയ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ തോബിത്ത് ആരംഭിക്കും. എല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ ഊഷ്മളമായി അർപ്പിക്കുന്നു.